ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഐഫോണിൻ്റെ പുതിയ സീരീസിലെ ഫോണായ 15 പ്രോയുടെ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ്. ഇതിൻ്റെ ബോഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ടൈറ്റാനിയം ഫ്രെയിമാണ്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ വളരെ മനോഹരമാണ്. മറ്റ് ഹൈ എൻഡ് ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. അതുപോലെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഫോണാണിത്. ഈ ഒരു ഫോൺ കയ്യിൽ പിടിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലാണ് വരുന്നത്. ഇതിൻ്റെ അപ്പേർച്ചർ വരുന്നത് 1.78 ആണ്. അടുത്ത ക്യാമറ വരുന്നത് അൾട്രാവൈഡ് ക്യാമറയാണ്. ഇത് 12 മെഗാ പിക്സൽ ക്യാമറയാണ്. മൂന്നാമതായി വരുന്നത് 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു 12 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറയാണ്. ഇതിൽ വരുന്ന ചാർജിംഗ് പോർട്ട് സി ടൈപ്പ് ആണ്. അതുകൊണ്ട് ആൻഡ്രോയിഡ് ഫോണുകളുടെ ചാർജറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ സി ടൈപ്പ് USB ഫ്ലാഷ് ഡ്രൈവ് യൂസ് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫറിങ് സാധ്യമാണ്. ഈ ഫോണിന് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഫുള്ള് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ യൂസ് മാത്രമേ ഉള്ളെങ്കിൽ 2 ദിവസം വരെയൊക്കെ ചാർജ് നിൽക്കും. ചാർജ് ചെയ്യുമ്പോഴും ക്യാമറ അധികം നേരം യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ചെറുതായി ചൂടാവുന്നുണ്ടെങ്കിലും വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഈ ഫോണിനില്ല. ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പം എന്ത് ആക്ഷൻ വേണമെന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. സ്ക്രോളിങ്ങും ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യുന്നതും സ്വിച്ച് ചെയ്യുന്നതും എല്ലാം ഈ ഫോണിൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റും എല്ലാം കൂടി നമുക്കൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. അതുപോലെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും വളരെ മികച്ചതാണ്. ഈ ഫോണിൻ്റെ ഗാലറിയിൽ നിന്ന് ഒബ്ജക്റ്റ് കട്ടൗട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോണിലെടുക്കുന്ന ഫോട്ടോകളുടെയും വീഡിയോകളുടെയും ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായി നമുക്ക് മാക്രോ ഫോട്ടോസ് എടുത്തു നോക്കാം. ഈ ഫോണിലെടുക്കുന്ന ഫോട്ടോകൾക്കെല്ലാം നല്ല ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒറിജിനൽ കളർ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ നോക്കിയാൽ അറിയാം, ഇതിൽ ആകാശത്തിൻ്റെയും മേഘങ്ങളുടെയൊക്കെ കളർ ഏകദേശം ഒറിജിനൽ കളർ തന്നെ വന്നിട്ടുണ്ട്. അതേസമയം S23 അൾട്ര പോലെയുള്ള ഫോണുകളിലൊക്കെ കൂടുതൽ കളറൊക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു റിയൽ ഫോട്ടോയുടെ ഫീലും ലുക്കും ഒക്കെ ആവശ്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായും ഐഫോൺ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് ഐഫോൺ 15 പ്രോയുടെ സൂം ഫോട്ടോസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 0.5x, 1x, 2x, 3x എന്നിങ്ങനെ 4 ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഇതുകൂടാതെ 15x വരെ ഡിജിറ്റൽ സൂമും ഉണ്ട്. ഇത് 0.5x എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇത് 1x എടുത്തിരിക്കുന്ന ഫോട്ടോ. ഇത് 2x എടുത്തിരിക്കുന്ന ഫോട്ടോ. ഇത് 3x എടുത്തിരിക്കുന്ന ഫോട്ടോ. ഇത് ഐഫോൺ 15 പ്രോയിൽ എടുത്ത ഒരു വീഡിയോ ആണ്. ഈ ഒരു ഐഫോണിൽ എടുക്കുന്ന വീഡിയോ മറ്റേതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെ വീഡിയോകളെക്കാളും മികച്ചു തന്നെ നിൽക്കുന്നു. ഇത് ഈ ഫോണിൽ തന്നെ സൂം ചെയ്തെടുത്ത ഒരു വീഡിയോ ആണ്. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 9x വരെ ഡിജിറ്റൽ സൂം ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് നൈറ്റ് ഫോട്ടോസ് നോക്കാം.
എൻ്റെ അഭിപ്രായത്തിൽ ഫോട്ടോയും വീഡിയോയും എടുക്കുവാനും കയ്യിൽ കൊണ്ടുനടന്ന് യൂസ് ചെയ്യുവാനും എല്ലാം ഏറ്റവും അനുയോജ്യമായ ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ 15 Pro. എന്നിരുന്നാലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വില കൂടിയ ഒരു ഫോൺ വാങ്ങാവൂ. അതല്ല എങ്കിൽ നോർമൽ യൂസിന് ആവശ്യമായ ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫോണുകൾ നിരവധി മാർക്കറ്റിലുണ്ട്. അതിലേതെങ്കിലും ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.